अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है. കേരളത്തിലും ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമലയിലെ സൗകര്യങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം. ക്രിസ്മസ് വിരുന്നിൽ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം ലഭിച്ചെന്നും നരേന്ദ്രമോദി. ബിജെപിക്ക് ആവേശം പകർന്ന് തൃശൂരിൽ മോദിയുടെ റോഡ് ഷോ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കൊല്ലം. ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. 24 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 14,000-ഓളം മത്സരാർത്ഥികൾ. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല. സെബിക്ക് അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി. നിയമലംഘനങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിർദ്ദേശം. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് നേട്ടം. KSRTCയിൽ പരിഷ്കരണവുമായി മന്ത്രി ഗണേഷ് കുമാർ. നഷ്ടത്തിലോടുന്ന സർവീസുകൾ നിർത്തും. ചെലവ് കുറയ്ക്കാൻ നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി. മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. സഭ BJP പക്ഷത്തെന്ന് വരുത്താൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നു. മന്ത്രിയുടെ രാഷ്ട്രീയം സഭാ നേതൃത്വം പങ്കിടണമെന്ന വാദം ശരിയല്ലെന്നും പാംബ്ലാനി. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ്. ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അറൗറി ലെബനോനിൽ കൊല്ലപ്പെട്ടു. സർജിക്കൽ സ്ട്രൈക്കിലൂടെ വധിച്ചെന്ന് ഇസ്രായേൽ. യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമമെന്ന് ലെബനോൻ പ്രധാനമന്ത്രി. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള.